Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദിലെ 56-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. إني توكلت على الله. തീർച്ചയായും ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബി, എൻ്റെ നാഥനാണവൻ, എൻ്റെ നാഥനായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ റബ്ബിക്കും, നിങ്ങളുടെയും നാഥനായ രക്ഷിതാവായ. മാ മിൻ ദാബത്തിൻ, ഒരു ജീവിയുമില്ല, ഇല്ലാ ഹുവ ആഖിദുൻ, അവൻ പിടിച്ചവനായിട്ടല്ലാതെ, ഇല്ലാഹുവ അവനായിട്ടല്ലാതെ, ആഖിദുൻ അവൻ പിടിച്ചവനാണ്, ബിനാസിയതിഹ അവൻ്റെ കുടുമയിൽ, അവൻ്റെ എന്താ പറയുക, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തി ആണക്കല്ല, അവൻ്റെ കുടുമയിൽ മൂർധാവിൽ അവൻ പിടിച്ചവനായിട്ടല്ലാതെ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ, അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ വഴിയുടെ അടിസ്ഥാനത്തിലാണുള്ളത്. എൻ്റെ നാഥനിൽ നിന്നുള്ളതാണ് ചൊവ്വായ വഴി. അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും എല്ലാം ചൊവ്വായ വഴിയിലുള്ളതായിരിക്കും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, അലാ സിറാത്തി മുസ്തഖീം, നേരായ ചൊവ്വായ വഴിയിലാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ തവക്കുൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഫരമേൽപ്പിക്കുക, ഉത്തരവാദിത്തമേൽപ്പിക്കുക. അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ. റബ്ബി, അവൻ എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ സംരക്ഷകനാണ്. വ റബ്ബിക്കും, നിങ്ങളുടെയും സംരക്ഷകൻ അവനാണ്. മാമിൻ ദാബത്തിൻ, ഒരു ജീവിയുമില്ല, ഇല്ലാ ഹുവ അവനായിട്ടല്ലാതെ, ആഖിദുൻ പിടിച്ചവൻ, ബി നാസിയതിഹ അതിൻ്റെ മൂർധാവിൽ അല്ലെങ്കിൽ അതിൻ്റെ കുടുമയിൽ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, അലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്ത് മുസ്തഖീമിൻ്റെ മേലാണുള്ളത്. ഈ സൂക്തം നമ്മളെല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം. ഹൂദ് നബി അലൈഹിസ്സലാം എല്ലാ പ്രവാചകന്മാരെയും പോലെ തന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ എതിരായിരുന്നാലും അവൻ്റെ ഒരു ആയുധമാണത്, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രതിരോധ കവചമാണത്, ഒരു പരിചയമാണത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസിക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്. ഇത് നമ്മൾ സൂറത്തു തൗബയിലെ 129-ാമത്തെ അവസാനത്തെ ആയത്ത്, അവിടെ നമ്മൾ പഠിച്ചല്ലോ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. പിന്നെന്താ നമ്മൾ ഖുർആൻ പഠിക്കണം എന്ന് നമ്മളോട് ഇങ്ങനെ നിരന്തരമായി നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഖത്തീബുമാരും ആഹ്വാനം ചെയ്യേണ്ടത് എന്താണ്? എങ്ങനെയത് പഠിക്കുക? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളെങ്കിലും നമ്മൾ കാണാതെ പഠിക്കണം. പഠിക്കുക എന്നാൽ കാണാതെ പഠിക്കലല്ല. കാണാതെ പഠിക്കൽ അതിൻ്റെ ചെറിയൊരു അംശമാണ്. പഠിക്കുക എന്നാൽ ഓതാൻ പഠിക്കലുമല്ല, അതും അതിൻ്റെ ചെറിയൊരു അംശമാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ ആദർശങ്ങൾ, ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ, ഖുർആനിൻ്റെ കൽപ്പനകൾ, ഖുർആനിൻ്റെ നിരോധനങ്ങൾ, അതൊക്കെ പഠിക്കൽ അതിൽ പെടും. അപ്പോൾ ഈ ആയത്ത് എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എല്ലാവരും കാണാതെ പഠിക്കണം എന്നുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു ന്യായം, 40 വയസ്സൊക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ പഠിച്ചാൽ പഠിയില്ല എന്നാണ്. 40 വയസ്സൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പഠിച്ചാൽ പഠിയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് അറിയോ? പഠിക്കാനുള്ള മടിയുണ്ടാണ്.
പഠിക്കാനുള്ള മടിയോണ്ട്, അല്ലെങ്കിൽ പഠിക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു ന്യായം. പടിയില്ലേ, പടിയെന്നാണ് എൻ്റെ വിശ്വാസം. പഠിയും ഇൻഷാ അള്ളാഹ്. അത് നമ്മൾ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യുക. പഠിക്കുക 2 വട്ടം 3 വട്ടം ഓതിയാൽ നമുക്ക് മനസ്സിലാവും ഇൻഷാ അള്ളാഹ്. പഠിക്കാതിരിക്കാനല്ല ന്യായം കാണേണ്ടത്, പഠിക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, അതിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ മുഖ്യമായ ഭാഗമാണ് ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. മഹാസിംഹാസനത്തിൻ്റെ ഉടമയാണ്. അതും കൂടി ഓർമ്മ പുതുക്കുക. പഠിച്ചതാണ്, ഓർമ്മ പുതുക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്നി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അതിപ്പോൾ ഒരുപാട് പറയേണ്ടതില്ലല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായി കേൾക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നവരാണ്. അത് വിശ്വാസിക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു സമാധാനമുണ്ട്. എന്താ നമ്മൾ ഏത് വിഷയത്തിലും അവസാനം അലല്ലാഹ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ മനുഷ്യന്മാർക്ക്. നമ്മൾ പുറമേക്ക് കാണുന്ന മാതിരില്ല. നമ്മൾ നല്ല വേഷമൊക്കെ ധരിച്ച് പ്രത്യക്ഷത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തിൽ, പക്ഷെ അയാളുടെ മനസ്സിൽ പല പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിനൊക്കെ അപ്പുറം ഉണ്ടായിരിക്കും. പ്രത്യക്ഷത്തിൽ നമുക്ക് ആർക്കും ഒരു പ്രയാസമില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അയാളുടെ മകളുടെ വിഷയമുണ്ട്, മകൻ്റെ രോഗപ്രയാസം, ഇതൊക്കെ ഉണ്ടാകും. മകളുടെ കല്യാണ വിഷയമുണ്ട്, മകളും മരുമകനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്, കുട്ടികൾക്ക് കല്യാണം ശരിയാകാത്ത പ്രശ്നമുണ്ട്, കുട്ടികളുടെ രോഗത്തിൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയമുണ്ട്, ഈ ഫാഷിസ്റ്റ് സ്വഭാവം. എല്ലാവരുടെയും മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടല്ലോ. അവസാനം നമ്മളൊക്കെ ഇത് സംബന്ധമായി ചർച്ച ചെയ്യുമ്പോൾ എന്താ പറയുക? അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ഇന്നി തവക്കൽ. അതാണ് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അക്ഷരവടിവോടുകൂടി കൃത്യമായി, നമ്മൾ പറയാറില്ലേ അക്ഷര തെറ്റില്ലാതെ പറയാതൊരു പ്രയോഗം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യം കൃത്യമായി ഭംഗിയായി പറയുക. അത് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറയണത്, നിങ്ങൾക്ക് എന്ത് നിലപാടും സ്വീകരിക്കാം, എന്നെ ഉപദ്രവിക്കാം, എന്നെ മർദ്ദിക്കാം, അള്ളാഹുവിനെ ധിക്കരിക്കാം, അനുസരണക്കേട് കാണിക്കാം, ഞാൻ എല്ലാ കാര്യങ്ങളും ഇതാ എൻ്റെ നാഥനും നിങ്ങളുടെ നാഥനുമായി, എൻ്റെ മാത്രമല്ല അവനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാമിൻ ദാബത്തിൻ, ഒരു ജീവിയുമില്ല. ദബ്ബാറിനെ അഴഞ്ഞു നീങ്ങുന്ന ചലിക്കുന്ന ജീവിയെ പറയുക. ഇല്ലാഹുവ ആഖിദുൻ, അവൻ പിടിച്ചവനായിട്ടില്ല. അഖദാനെ പിടിച്ചു എടുത്തു എന്നൊക്കെ അർത്ഥം. ബിനാസ്രിയത്തിഹ, അതിൻ്റെ മൂർധാവിൽ നാഥൻ്റെ പിടുത്തമുണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാര്യത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് കൊതറിച്ചാടാൻ, ഊരി മാറാൻ ആരാലും സാധ്യമല്ല എന്നാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഖിദും ബി നാസ്രിയത്തിഹ. നാസ്രിയത്ത് എന്നുള്ള വാക്ക് നമുക്കറിയില്ല. അബൂജഹലിനെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, നാസ്രിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എങ്ങാനും കഅബയുടെ അടുക്കൽ നിസ്കരിക്കണ കണ്ടാൽ അവൻ്റെ പെരടി ഞാൻ ചവിട്ടുന്നാ പറഞ്ഞ് അല്ലേ സുജൂദ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് അള്ളാഹ് ഇടപെട്ടു. അല്ലാഹു തആല അതിൽ ഇടപെട്ടതാണ് എന്നിട്ട് പറഞ്ഞു. അതിൽ പറഞ്ഞ വാചകം എന്താണ്? അല്ലാഹു തആല അവനെ സംബന്ധിച്ച് പറഞ്ഞ നാസ്രിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, കളവ് പറയുന്ന, തെറ്റ് ചെയ്യുന്ന അവൻ്റെ കുടുംബ അത് നമ്മൾ പിടിക്കുന്ന അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധ്യമല്ല, എനിക്കും സാധ്യമല്ല, നിങ്ങൾക്കും സാധ്യമല്ല എന്നവരെ ഓർമ്മപ്പെടുത്തുക. അറബികളുടെ ഇടയിലൊരു പ്രയോഗമുണ്ട്, പിന്നെ മാ നാസിയത്ത് ഫുലാനിൻ ഇല്ലാ ബിയദി ഫുലാൻ, മാ ബി നാസിയത്തി ഫുലാനിൻ ഇല്ലാ ബിയദി ഫുലാൻ. അവൻ്റെ കുടുംബം മറ്റവൻ്റെ പിടുത്തത്തിലാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അവൻ്റെ വാല് അമ്മിച്ചോട്ടിലാണ് അറിയില്ലേ, നമ്മൾ പറയലില്ല. എന്ന് വെച്ചാൽ അവന് അതിൽ നിന്ന് കൊതറി മാറി രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണം പിടുത്തത്തിലാണ് അയാളുള്ളത്. അയാൾക്ക് സ്വന്തമായി നിലനിൽക്കാൻ സാധ്യമല്ല, കാരണം അയാളുടെ വാല് അമ്മിച്ചോട്ട് പെട്ടിരിക്കണം, അവിടുന്ന് കഴിച്ചിലാകാൻ പറ്റൂല എന്ന് പറയാറുണ്ട്. അതേമാതിരിയാണ് അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ്
എല്ലാ ദാബത്തുകളും എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് കൊതറി മാറാൻ ആർക്കും സാധ്യമല്ല എന്ന് ഉണർത്തുകയാണ്. ഇത് അവരെയും ഹൂദ് നബി അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തുകയാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദും ബിനാസിയതിഹ ഇന്ന റബ്ബി, എൻ്റെ രക്ഷിതാവ് അലാ സിറാത്തി മുസ്തഖീം. എന്താ അലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിറാത്ത് മുസ്തഖീം ചോദിക്കണ മാതിരി ആ സിറാത്ത് മുസ്തഖീമിൽ ജീവിക്കുന്നവനാണ് എന്നല്ല. അതാണോ? അല്ല. അള്ളാഹു സിറാത്ത് മുസ്തഖീമിൻ്റെ മേലാണുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നത് മുഴുവനും ചൊവ്വായതും നേരായതും സിറാത്ത് മുസ്തഖീമുമായിരിക്കും. അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് എന്നെ നിയോഗിക്കുക എന്ന കൽപ്പന. അത് സിറാത്ത് മുസ്തഖീമിൻ്റെ അടിസ്ഥാനം. അതാണ് ചൊവ്വായത്, അതാണ് ശരിയായത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ അറിയിപ്പുകളും അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ നിയോഗങ്ങളും അള്ളാഹുവിൻ്റെ വേദങ്ങളുമൊക്കെ സിറാത്ത് മുസ്തഖീമിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അതാണ് ഇന്ന റബ്ബി, എൻ്റെ റബ്ബ് അവൻ എല്ലായ്പ്പോഴും സിറാത്ത് മുസ്തഖീമിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നുണ്ടാകുന്നതൊക്കെയും സിറാത്ത് മുസ്തഖീമായിരിക്കും. അവൻ നൽകുന്നതൊക്കെ, അവൻ്റെ തീരുമാനങ്ങളൊക്കെ, അവൻ്റെ കൽപ്പനകളൊക്കെ, അവൻ്റെ ശാസനകളൊക്കെ, അവൻ്റെ നിർദ്ദേശങ്ങളൊക്കെ എല്ലാം സിറാത്ത് മുസ്തഖീമിലുള്ളതായിരിക്കും. അതാണ് ചൊവ്വായത്, അതാണ് ശരിയായത്. അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദും ബി എന്നുള്ള നൂനിൻ്റെ ഉച്ചാരണം കേൾക്കൂല. ആഖിദും ബി നാസിയതിഹ, എല്ലാവരുടെയും മൂർധാവ് അവൻ്റെ പിടുത്തത്തിലായിട്ടല്ലാതെ ഇല്ല. ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം, എൻ്റെ രക്ഷിതാവ് സിറാത്ത് മുസ്തഖീമിലേക്കാണ്. ഒരു മിനിറ്റെങ്കിലും ചിലവാക്കിയിട്ട് നമ്മളത് കാണാതെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ആരെങ്കിലും ഒന്ന് രണ്ട് പേരത് കാണാതെ ഓതും വേണം. അത് നമ്മൾക്ക് ഒരു ആത്മവിശ്വാസത്തിന് നല്ലതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ കൂടുതൽ പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.